ഇനി നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ക്യാമ്പിങ്ങിന് പോവാൻ കേട്ടോ നമ്മള്. കൊട്ടയും വട്ടിയും സാധനങ്ങളല്ലോ. അയ്യോ പാവം നോക്കിയിട്ട് എന്തോരം ചുമടാണ് എടുക്കുന്നത്. അപ്പൊ ഇത്ര സാധനങ്ങൾ നിൽക്കും. പിന്നെ അധികം ചുമടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മള് റിച്ച് സെറ്റപ്പ് അല്ലേ, നമ്മ അംബാനി വൈബ്. ഞങ്ങൾ ലക്ഷറി, നിങ്ങൾ ലക്ഷറി. അതെ, ഈ ചാക്ക് നിറയെ സാധനങ്ങളാണെന്നാണ് പറയണത്. 250 രൂപയ്ക്ക് എന്താണാവും ചാക്ക് നിറയൊക്കെ വാങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ പാടത്ത് തന്നെയാണ് നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് നോക്കിയിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നേ. എന്തോ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല, ഹെവി പ്ലാനിങ് കണ്ടപ്പോട്ട് നമുക്ക് പാവങ്ങള് പ്ലാനിങ് ഒന്നും ഇല്ല. കിട്ടിയ കാശിന് കുറച്ച് സാധനം വാങ്ങിച്ചു. ജമ്പ് തോട്ടിക്കട്ടെ ആകെ ഇപ്പൊ ലക്ഷറി സാധനങ്ങൾ ഇപ്പൊ തോട്ടിക്കിടത്തേ. നീ ജമ്പ് ചെയ്ത് പാടാ. അങ്ങനത്തെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡ് പാടവും ഇപ്പുറത്തെ സൈഡ് തോടും. അതായത് ഏകദേശം എല്ലാ റിസോഴ്സും കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കരയുടെ അപ്പുറവും ഇപ്പുറമാണ്. അതായത് ഏതെങ്കിലും ഒരു ടീം കരയുടെ അപ്പുറത്തായിരിക്കും, ഒരു ടീം കരയുടെ ഇപ്പുറത്തായിരിക്കും. നിങ്ങൾക്ക് ഏത് സൈഡ് വേണം? അത് ഞങ്ങൾക്ക് അപ്പുറം വേണ്ടേ? പറ്റൂല, ഞങ്ങൾക്ക് അപ്പുറം വേണ്ട. എടാ നമുക്ക് ഏതാ വേണ്ടേ? നമുക്ക് അപ്പുറം അല്ലേ? ടോസിടാ. അപ്പൊ എന്തായാലും ടോസ് ഇട്ടപ്പോ നമുക്ക് കിട്ടിയത് അപ്പുറത്തെ കരയാണ്, ഇവർക്ക് കിട്ടിയത് ഇപ്പുറത്തെ കരയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി ടാറ്റാ ബൈ ബൈ. അപ്പൊ ഇവരായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണോട്ടാ. അപ്പൊ നമ്മള് ലാൻഡ് വിടുകയാണ്. അപ്പുറത്തെ ലാൻഡിലാണ് നമ്മളുടെ പരിപാടികൾ. ഒന്നുമില്ല പാവങ്ങള്. ഈ തോടാണ് കേട്ടോ ഞങ്ങളുടെ അതിർത്തി, ഈ രാജ്യത്തിന്റെ അതിർത്തിയാണത്. ഞങ്ങളുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ക്യാമ്പിംഗ് പരിപാടികൾ തുടങ്ങുകയാണ്. എന്തായി മക്കളെ വെറുതെ നിക്കണേ? നിങ്ങളുടെ കയ്യിൽ ഒന്നില്ലേ? ഞങ്ങൾ തുടങ്ങണ്ടേ മക്കളെ? എടുക്കണ. ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഞങ്ങൾ ഇന്നലെ 7000 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ. അങ്ങോട്ട് വിരിച്ചിടറാ. ആദ്യമായി നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. നിങ്ങക്ക് ടെന്റ് ഒന്നുമില്ലല്ലോ? മഴ ഇത് എന്ത് ചെയ്യും? നോക്കാം നോക്ക്. ഈ അതിർത്തി അങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പറയണേ മുട്ടാല് ഞങ്ങള് തല്ലി പിടിക്കും. അതെ അല്ലേ? ഇട്ടിരുന്നോ? നമ്മുടെ ടെന്റ് സെറ്റപ്പ് നമ്മൾ റെഡിയാക്കാൻ കേട്ടാ. തെങ്ങോട്ടാൻ പോയണം. അവരെന്തോ വലിയ കാര്യമായിട്ട് ലാൻഡിന്റെ അവിടെ എന്തൊക്കെ തപ്പിപ്പോയിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് എടുക്കാൻ വേണ്ടിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ടെന്റ് കിട്ടാൻ വടിയില്ലാത്തോണ്ട് നമ്മ വടി വെട്ടാൻ പോകും. ഒരാപ്പിളടിച്ച് വെച്ചിക്കട്ടെ. ഇനി സാധനങ്ങൾ വഴിയെ അടിച്ചു മാറ്റണമെന്ന് കാണാം. അടുത്തൊരു ബലമുള്ളത് എടുക്കാം. അടിയിൽ നിന്ന് വിട്ടാ